അള്ളാഹുവിൻ്റെ 99 റഹ്മത്തും അതിൻ്റെ വലുപ്പവും അതിൻ്റെ വണ്ണവും അതിൻ്റെ വിസ്തീർണവും അതിൻ്റെ വലുപ്പം ഒരു കാഫിറായ ദൈവനിഷേധിയായ മനുഷ്യൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ലം യയസ് മിനൽ ജന്ന, സ്വർഗം തനിക്ക് നഷ്ടമാവുമെന്ന് അയാൾ വിചാരിക്കുക പോലുമില്ല. 99 റഹ്മത്തിൻ്റെയും വലുപ്പം എത്രയാണെന്നൊരു കാഫിറിന് അറിഞ്ഞിരുന്നെങ്കിൽ കാഫിർ പോലും ചിന്തിച്ചു എനിക്കും സ്വർഗം കിട്ടുമോ എന്ന്. വലൗ യഅലമുൽ മുഅ്മിനു ബികുല്ലില്ലദീ ഇൻദല്ലാഹി മിനൽ അദാബ്, അല്ലാഹുവിൻ്റെ അദാബിൻ്റെ വിവിധങ്ങളായ അല്ലാഹുവിൻ്റെ ശിക്ഷകളെക്കുറിച്ച് ഒരു മുഅ്മിനായ മനുഷ്യൻ അറിയുകയാണെങ്കിൽ ലം യഅ്മൻ മിനന്നാർ, നരകശിക്ഷയിൽ നിന്ന് മുഅ്മിനായ മനുഷ്യനും രക്ഷപ്പെടില്ലയോ എന്ന് മുഅ്മിനിന് പോലും പേടി വരും. അല്ലാഹുവിൻ്റെ അദാബിൻ്റെ സൈഡ് അങ്ങനെയാണ്, റഹ്മത്തിൻ്റെതും അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് മുഴുവനും അറിഞ്ഞാൽ ഒരു കാഫിറിന് പോലും തോന്നിപ്പോകും പടച്ചോനെ എനിക്ക് സ്വർഗം നഷ്ടമാവില്ല എന്ന്. പക്ഷേ മുഅ്മിനായ മനുഷ്യന് അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ചുള്ള ഓർമ്മ വന്നാൽ, അത് എത്രയാണെന്ന് ബോധ്യപ്പെട്ടാൽ, അള്ളാഹു എങ്ങനെയൊക്കെയാണ് അദാബ് ചെയ്യുന്നത് എന്നറിഞ്ഞാൽ പടച്ചവനെ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ലല്ലോ എന്ന് വിചാരിക്കുന്ന. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തനബി തങ്ങളോട് പറഞ്ഞു പോയത്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, മൻ നൂഖിശൽ ഹിസാബ ഉദ്ദിബ്, ഏതെങ്കിലും ഒരു മനുഷ്യനെ കണിശമായി അള്ളാഹു ചോദ്യം ചെയ്താൽ അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങളൊക്കെ ശിക്ഷിക്കപ്പെടുമല്ലോ. മുത്തനബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു എങ്ങാനും കണിശമായി നമ്മളെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ, മനുഷ്യരെ ചോദ്യം ചെയ്യുന്നത് അങ്ങനെയാണ്, അളന്നു മുറിച്ചിട്ടാണ് ചോദ്യം ചെയ്യുക. ഓരോന്നും ഇങ്ങനെ നോക്കും, ഓരോന്നിനും തെളിവെടുത്ത് വെക്കും, ഓരോന്നിനും കാര്യകാരണങ്ങൾ എടുത്തു വെക്കും. എന്നിട്ട് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, അതല്ലേ ഇതല്ലേ, ഓരോന്നും ഒരു കുറ്റം കണ്ട അങ്ങനെയല്ലേ. ഒരു പുതിയാപ്പിളയും ഒരു പുതിയ ഒരു കുഴപ്പമില്ലാണ്ട് ജീവിക്കുകയായിരിക്കും. ഒരു കുഴപ്പമെന്തെങ്കിലും ഉണ്ടായി ഒരു വഴക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ പുതിയാപ്പിളക്കില്ലാത്ത കുഴപ്പമുണ്ടാവില്ല, ആ പെണ്ണിനില്ലാത്ത കുഴപ്പമുണ്ടാവില്ല. ഇതൊന്നും ആരും ആദ്യം കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് ഒരു വെറുപ്പ് കയറി വന്നാൽ പിന്നെ കാണുന്നതൊക്കെ കുറ്റമാണ് അല്ലേ, അല്ലെങ്കിൽ അതൊന്നും കാണില്ല. അതങ്ങനെ തന്നെയല്ലേ, ഒരു കുട്ടികളല്ലേ, ചെറുപ്പക്കാരല്ലേ എന്നാ പറയാം. ദേഷ്യം വന്നാൽ എന്താ പറയുക, ഇത്ര പ്രായമായിട്ടും കുട്ടികൾ മാറിയിട്ടില്ലല്ലോ എന്നാ പറയാം. ഇങ്ങനെയാണോ അവരാവേണ്ടതെന്ന് ചോദിക്കും. അതേ മനുഷ്യൻ വിചാരണ ചെയ്യുമ്പോൾ വല്ലാത്ത വിചാരണ ചെയ്യും മനുഷ്യന്മാർ. അതുകൊണ്ടാണ് അറാബി അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്ന് പൊന്നാര നബിയെ, എനിക്ക് പരലോകത്തിൻ്റെ വിഷയം ആലോചിക്കുമ്പോൾ ഒരൊറ്റ കാര്യത്തിൽ സമാധാനമുണ്ട്. എന്താണെന്ന് ചോദിച്ചു. നമ്മളെ വിചാരണ അള്ളാഹു അല്ലേ ഏറ്റെടുത്തത്. അള്ളാഹു കുറച്ച് മനുഷ്യന്മാരെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ നരകത്ത് പോയേനെ. അത് അള്ളാഹു താല ഏറ്റെടുത്തത് കൊണ്ട് സമാധാനമുണ്ട് നബിയെ. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഭയങ്കരമാണ്. മനുഷ്യൻ അങ്ങനെ റഹ്മത്ത് കാണിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയൂല. അള്ളാഹുവിൻ്റെ ആ റഹ്മത്ത് വലിയ റഹ്മത്താണ്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.